ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച ഞങ്ങൾ നവീകരിച്ച സ്നേഹതീരം ബീച്ച് കാണാൻ പോയി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഞങ്ങൾ മടങ്ങി വന്നതാണ്. അത് ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ പോയി പോകും. ആദ്യം ഞങ്ങൾ സൂര്യാസ്തമയം കാണാനായിട്ടുള്ള ഒരു പരിപാടിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ അസ്തമയം കാണാനുള്ള സ്ഥലത്ത് ഞങ്ങൾ പോയി. നല്ല രസമാണ് കേട്ടോ ഇവിടെ ബീച്ച്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. മാത്രമല്ല ക്രിസ്മസ് കഴിഞ്ഞുകൊണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ബീച്ച് റോഡിലൂടെയൊക്കെ വരുമ്പം ഭയങ്കര ട്രാഫിക് ബ്ലോക്കിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയിൽ പുതുതായിട്ട് പണിതിട്ടുള്ള പ്ലേ ഏരിയയിലേക്ക് പോയിട്ടോ. 20 രൂപയാണ് ടിക്കറ്റ്. ഇവിടെ കുട്ടികൾക്ക് വേണ്ട കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. സീസോയും സ്ലൈഡുകളും എല്ലാം ഉണ്ട്. പണ്ട് ഇവിടെ സൈക്ലിംഗ് ഉണ്ടായിരുന്നു. വാടകയ്ക്ക് സൈക്കിൾ എടുത്ത് ചവിട്ടാൻ പറ്റുന്ന സെറ്റ്. അത് ഇപ്രാവശ്യം ഇല്ല. പിന്നെ ഇവിടെ ഒരു മെഷീൻ കണ്ടു കേട്ടോ. അത് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെയിറ്റ് തന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന 2 ഹാൻഡിൽ പിടിച്ച് വലിച്ചാൽ അല്ലെങ്കിൽ ഇത് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിഫ്റ്റ് ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ വെയിറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്, നമ്മളെ തന്നെ ലിഫ്റ്റ് ചെയ്യാൻ എത്ര പവർ വേണമെന്നുള്ളത് നമുക്ക് ഈ മെഷീനിലൂടെ കാണാൻ പറ്റും. പ്ലേ ഗ്രൗണ്ടിനോട് തൊട്ട് തന്നെയാണ് നമ്മുടെ ഈ സ്നേഹതീരം ബീച്ചുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടേക്കാണ് വന്നത്. കുറേ നേരം വെള്ളത്തിലിറങ്ങി. പിന്നെ ഇവിടുത്തെ കുതിരസവാരിയും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ അതിന് ശേഷം നമ്മൾ പട്ടം കണ്ടു. നമുക്ക് എല്ലാവരും പട്ടം പറത്തുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി പട്ടം വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ പട്ടം പറത്തുന്നത്. പണ്ട് ആൾക്കാർ ഇതുപോലെ പറത്തുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ല കാറ്റ് വേണം. അതായത് ഈ ബീച്ച് പോലുള്ള സ്ഥലങ്ങളിൽ ഇത് പ്രോപ്പറായിട്ട് പറത്താൻ പറ്റുള്ളൂ. അത്രയും നല്ല കാറ്റുള്ള സ്ഥലമായിരിക്കണം നമ്മൾ പറത്താൻ ഉദ്ദേശിച്ചത്. കുട്ടിക്കാലത്ത് ഇതുപോലെ പറത്തുന്നത് കണ്ടിട്ടുണ്ട്. പറമ്പിലും മറ്റും ഇതുവരെ ചെയ്യാൻ പറ്റില്ല. നല്ല രസമാട്ടോ. ഇതൊരു അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് ഭയങ്കര ഉയർത്തി പോകും, കൺട്രോൾ ചെയ്യാം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് തന്നെ നമുക്കത് നല്ല എക്സ്പെർട്ട് ആവാൻ പറ്റും. ഞാനും കുറച്ച് നേരം നോക്കി. എൻ്റെ വൈഫിനെ കൊടുത്തു. അവളും കുറച്ച് നേരം പറത്തി. പിന്നെ നേരെ ഇരുട്ടി തുടങ്ങി. ഞങ്ങൾ തിരിക്കാൻ തിരിച്ചു പോകാനുള്ള പരിപാടിയായിരുന്നു. ഇവരാണെങ്കിൽ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാതെ പോകാൻ പറ്റില്ല. എന്തെങ്കിലും കാണണം, എന്തെങ്കിലും ഓരോ സംഭവം മേടിച്ചേ പറ്റും. അപ്പോൾ അതിനുള്ളൊരു അത്രപ്പാടിലാണ്. ഓക്കെ, പോടാ.